അപ്പോൾ ഡേ 2 ആയി ഇന്ന് നമ്മൾ റിസോർട്ടിൽ നിന്ന് അതിരാവിലെ തന്നെ ഇറങ്ങി. അതായത് വെയിലർച്ചതിന് ശേഷം ഏകദേശം ഒരു 8 മണിയാകുമ്പം റിസോർട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി. നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഭക്ഷണത്തിൻ്റെ റിവ്യൂ നമ്മൾ ഇടാത്തതെന്നല്ലേ, കാരണം ഓരോ ആൾക്കാർക്കും ഓരോ ടേസ്റ്റ്. അപ്പം നിങ്ങൾ തന്നെ ഇവിടെ വന്ന് കഴിച്ച് നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യും എന്താണ് ആ ടേസ്റ്റ് എന്നത്. ഇന്ന് നമ്മൾക്കൊരു വെള്ളച്ചാട്ടം കാണാനുണ്ടെന്നാണ് പറഞ്ഞ്, പിന്നെ ചെറിയൊരു 4 കിലോമീറ്റേഴ്സ് ഹൈക്കും. അതിലാദ്യം നമ്മൾ പോകാൻ പോകുന്നത് വെള്ളച്ചാട്ടത്തിലോട്ടാണ്. അപ്പോൾ ഇതാണ് ആ വാട്ടർഫോൾസ്. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ഒട്ടുമിക്ക വാട്ടർഫോൾസും സ്ലൈഡിങ് വാട്ടർഫോൾസാണ്. പക്ഷേ ഇതിനകത്ത് സ്ലൈഡ് ചെയ്യാൻ പറ്റത്തില്ല, ഇത് കുറച്ച് ഉയരം കൂടുതലല്ല. പിന്നെ അതുമല്ല, ഗൈഡ് പറഞ്ഞു കുറച്ച് ദിവസം മുന്നേ ഇവിടെ ഒരാൾ മരിച്ചിട്ടുണ്ടെന്ന്. അപ്പം ഞങ്ങൾക്ക് പിന്നെ കൂടുതൽ പേടിയായി. അങ്ങനെ വാട്ടർഫോൾസ് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഹൈക്കിങ്ങിന് പോകുമായിരുന്നു. 4 കിലോമീറ്റർ ഹൈക്ക് ഉണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത്. ഗൈഡ് വേറെ ആരുമല്ല കേട്ടോ, നമ്മളെ തോമസ് ഏട്ടനാണ്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഒരു സൈലൻ്റ് അറ്റ്മോസ്ഫിയറായി. ഫുള്ള് കിളികളുടെ സൗണ്ടും കാറ്റിൻ്റെ സൗണ്ടും, അങ്ങനെ നല്ലൊരു വൈബായിരുന്നു. ഹൈക്കെന്ന് ഞങ്ങൾ വിചാരിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ച വല്ല മൊട്ടക്കൊന്നൊക്കെ ആയിരിക്കുന്നു. ഭയങ്കര ചൂട് പ്രതീക്ഷിച്ചിട്ടായിരുന്നു പോയത്. പക്ഷേ പിന്നെയും വീണ്ടും കാട്ടിലൂടെ തന്നെയായിരുന്നു യാത്ര. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു. തണുപ്പായിരുന്നെങ്കിലും നടക്കാൻ ഇത്തിരി ഉണ്ടായിരുന്നു. കാരണം 4 കിലോമീറ്റർ, അതും ഒരു മലയോര പ്രദേശത്ത് കൂടെ പോകുമ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും, കല്ലും ചളിയും. പക്ഷേ നല്ല രസമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മരങ്ങൾ മൂടി നിൽക്കുന്ന വഴി വരുമ്പോൾ പ്രത്യേക രസമായിരുന്നു. ആ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര സൈലൻറ്റും കിളികളുടെ സൗണ്ടും. പിന്നെ ഇത് നോക്കിയൊരു പേടിപ്പെടുത്തുന്ന മരം ഉണ്ടായിരുന്നു ഇങ്ങനെ വീണ് കിടക്കുന്നത്. പ്രത്യേക ഒരു ഗോസ്റ്റ് മൂവി ഫീലായിരുന്നു. ഒരു തുറന്ന സ്ഥലം എത്തിയ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴൊക്കെ കുറേ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്, കുറേ ഹിൽ ടോപ്സും ഉണ്ട്. അപ്പം തോമസ് ചേട്ടായി പറഞ്ഞു അതൊക്കെ പോകാൻ പറ്റിയ സ്ഥലങ്ങൾ തന്നെയാണ്, പക്ഷേ അതിന് പോകണമെങ്കിൽ നമ്മൾ അതിനായിട്ട് ഈ ഭാഗത്തോട്ട് വരണം. സത്യം പറയുകയാണെങ്കിൽ കാന്തല്ലൂർ ഭയങ്കര ഒരു ഓഫ് ബീറ്റ് പ്ലേസാണ്. നമ്മളെപ്പോഴും മൂന്നാർ പോകുമ്പോൾ മൂന്നാർ ഗ്യാപ്പ് റോഡും പിന്നെ ഒട്ടുമിക്ക ഫേമസ് ആയിട്ടുള്ള ബൊട്ടാനിക്കൽ ഗാർഡൻ അവിടെയാണ് പോകും. പക്ഷേ ഈ ഐക്കോണിക് പ്ലേസായ കാന്തല്ലൂർ ശരിക്കൊരു ഹിഡൻ ജെമ്മാണ്. ഇങ്ങനെയുള്ള ഹൈക്കിന് പോകുമ്പോൾ നമ്മൾ എപ്പോഴും വാട്ടർ ബോട്ടിൽസ് കൈ കരുതണം. അങ്ങനെ ഒരു പ്രത്യേക ഭംഗിയുള്ള സ്ഥലം എത്തിയപ്പോൾ ഞങ്ങൾ വെള്ളം റീഫിൽ ചെയ്യാൻ വേണ്ടി കയറിയിരുന്നു. നല്ല ഭംഗിയായിരുന്നു. മരത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വെള്ളം ഇങ്ങനെ വീഴുന്ന കാണാൻ. കുറച്ചും കൂടി നടന്നപ്പോൾ തോമസ് ചേട്ടായി പറഞ്ഞു നമ്മൾക്ക് പോകാനുള്ള വ്യൂ പോയിൻ്റ് ഇവിടെ എത്താനായിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ മുകളിലേക്ക് കയറണമെങ്കിൽ നല്ല വെയിലായിരിക്കും. ഉച്ചയാവാനായിരുന്നു നടന്നിട്ട്. അപ്പം പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോകണ്ട, വേറൊരു സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പഴയ ഒരു പ്രോപ്പർട്ടി കാണിച്ചു തന്നു. ലേ വൈൽഡ് ഗാർ എന്നാണ് പ്രോപ്പർട്ടിയുടെ പേര്. പണ്ടത്തെ ഫേമസ് പ്രോപ്പർട്ടിയാണ്. പക്ഷെ ഇപ്പോൾ ആരും ഉപയോഗിക്കാണ്ട് അന്യോന്യമായി കിടക്കുക. പക്ഷെ ഇപ്പോഴും അവിടുത്തെ ഒരു ആംബിയൻസ് ഭയങ്കര ഭംഗിയായിരുന്നു. കാരണം മെയിൻറ്റെയിൻ ചെയ്യാതെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഗ്രീനറിയും ഭയങ്കര ഭംഗിയായിരുന്നു. അവിടെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ തോമസ് ചേട്ടയെ ഞങ്ങൾക്ക് നെല്ലിക്കൊക്കെ പറിച്ചു തന്നു. എന്നിട്ട് ഞങ്ങൾ മെല്ലെ ആ സ്ഥലത്തിനോട് വിട പറഞ്ഞ് താഴത്തേക്ക് പോവുകയായി. പിന്നുണ്ട് തോമസ് ചേട്ടായി പറയുന്നത് ഇനിയൊരു വ്യൂ പോയിൻറ്റും കൂടി ഉണ്ട്. അത് ഇവിടുത്തെ കോമൺ വ്യൂ പോയിൻ്റാണ്, ഒരു സൺസെറ്റ് പോയിൻ്റാണ്. അങ്ങനെ അവിടെ എത്തിയപ്പോഴോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഓപ്പൺ സ്പേസ്. അതൊരു വാട്ടർഫോളിൻ്റെ ഒരു മോൾ ഭാഗമായിരുന്നു. താഴത്തേക്ക് കൊക്ക പോലെയായിരുന്നു, പക്ഷേ വ്യൂ അന്യായ വ്യൂ ആയിരുന്നു. ഈ വ്യൂ പോയിൻറ്റിൽ ഞങ്ങളങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ഞങ്ങൾ ഹൈക്ക് ചെയ്ത ടയർഡ്നെസ്സൊക്കെ മാറ്റി സാവധാനമാണ് റിസോർട്ടിലേക്ക് തിരിച്ചു പോയത്. എന്തായാലും ഈ റിസോർട്ടിൽ ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് തന്നത് ഇവിടുത്തെ 2 ആൾക്കാരാണ്, തോമസ് ചേട്ടയും റോബിൻസൺ ചേട്ടയും. അവരോട് 1000 നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത ട്രാവൽ വീഡിയോയിൽ കാണാം.